ഒരു കുഞ്ഞു മണിയാണ് പാടാൻ പോകുന്നത്. ചിരിക്കുടുക്കയാണ് ഇത് പാടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചിരിക്കാൻ അതെ, ഒരു ചിരിപ്പാട്ട് വരെയാണ്. നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വേഗം മറന്നിട്ട് എല്ലാവരും ചിരിച്ചോ. നമ്മുടെ വൈദേഹി കുട്ടി ഒരു ചിരിപ്പാട്ടുമായിട്ട് എത്തുന്നു. വെൽക്കം വൈദേഹി കുട്ടി ഓൺ സ്റ്റേജ്. സാഹസങ്ങളൊക്കെ കാണിച്ചാ പറഞ്ഞേ. ഒന്നുകൂടെ കാണിച്ചത് എങ്ങനെ ചടിയത്? എന്ത് രസവാ കാണാൻ. എനിക്ക് അതെ, ഇന്ന് ഭയങ്കര സന്തോഷം. എന്താ, ഞാൻ ഒരു ചിരിപ്പാട്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നു. കുഞ്ഞൊരു ചിരിപ്പാട്ടാണോ പാടുന്നേ? അതെ, കറക്റ്റ് ആൻസർ. ഓ, കണ്ണിലൊക്കെ സ്റ്റൈലായിട്ട്, നല്ല സ്റ്റൈലായിട്ടാ വന്നിരിക്കുന്നത്. നല്ല പർപ്പിൾ കളർ ഉടുപ്പും പിന്നെ ആ ഷൂസ് കണ്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റൈല് തന്നെയല്ലേ? അതെ അതെ അതെ, എല്ലാം നല്ല രസമുണ്ട്. അത് സ്യൂട്ട് ആവുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട്. പിന്നെ കൊച്ചുപിള്ളേരല്ലേ, ഇവിടത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട് ഇപ്പൊ. ഏത് ചിരിപ്പാട്ടാ പാടണേന്ന്? എന്തു പാട്ടാ പാടാൻ പോണേ? ശരിക്കും ഇങ്ങനത്തെ ഉള്ള ചില പാട്ടുകളുണ്ട്. നമ്മൾ ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമ്മിട്ടിന് തിരികൊളുത്താം, കരയുന്നു. അത് വേറെ, അത് കരയുന്ന പാട്ട്. നമുക്ക് മൊത്തം ചിരി മയത്തിന്റെ ഒരു എന്താ പറയാ ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. മക്കള് വീട്ടിൽ ചിരിക്കാറുണ്ട് എപ്പോഴും? ആരാ വീട്ടിൽ ഏറ്റവും അധികം ചിരിക്കുന്ന? അച്ഛനാണോ, അമ്മയാണോ, കുഞ്ഞാണോ? വീട്ടില് ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കുന്നത് എന്റെ ചേച്ചിയാണ്. ഓ, ചേച്ചി വന്നിട്ടില്ല അല്ലേ? അപ്പൊ കൂടെ ചേച്ചി സൗണ്ട് ആക്കിട്ട് ചിരിക്കും. അച്ഛനമ്മയൊന്നും സൗണ്ട് ആക്കിട്ട് ഇരിക്കൂല. ഓ, ഏത് പാട്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞേ? ചിരിക്കുടുക്ക തങ്ക. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ? സിനിമ ചിരിക്കുടുക്ക. എഴുതിയത് യൂസഫ് അലി കേച്ചേരി സാർ. ആരാ പറഞ്ഞു തന്നെ? അച്ഛൻ. എനിക്ക് തോന്നി. പിന്നെ സംഗീതം ശങ്കർ ഗണേഷ്. വെരി ഗുഡ്. പിന്നെ പാടിയത് യേശുദാസ് അങ്കിള്. വെരി ഗുഡ്. വർഷം 1976. വെരി ഗുഡ്. ശങ്കർ ഗണേഷ് സാറ് തമിഴ് മ്യൂസിക് ഡയറക്ടർ അല്ലേ? അതെ അതെ, ഒരുപാട് പാട്ടുകൾ, നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ നിങ്ങൾ മറക്കാൻ റെഡി ആയിക്കോളൂ. ഇതാ നമ്മുടെ വൈദേഹി കുട്ടി പാടാൻ പോവാണ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ചിരിക്കുടുക്കേ തങ്ക ചിരിക്കുടുക്ക.
വെരി നൈസ് കോറസ്. അവൻ ചിരിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു ചിരി. മധുമംഗളെ, ഓ നമ്മളിപ്പോ ഈ ചിരി കേട്ട സ്ഥിതിക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ വെക്കാൻ പോവാ. ആ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പുഞ്ചിരി, പുഞ്ചിരി. ആ പിന്നെ രണ്ടാമതൊരു മധുരച്ചിരി, ഓക്കെ പിന്നെ ഒരു പൊട്ടിച്ചിരി. ഓക്കെ. ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ. Okay. ആദ്യത്തെ കാൻഡിഡേറ്റ് മധുമംഗളാണ്. ഞാൻ തന്നെയാ? അതെ അതെ അതെ. ഓക്കെ. പിന്നെയാണ്ടിതൊക്കെ ജുജുബി. അതെ അതെ. എനിക്കല്ല, റിമിക്ക് പിന്നെ ചോദിക്കട്ടല്ലോ. അതെ. റിമി പിന്നെ മറ്റേ പ്രേതച്ചിരി എന്ത് വേണം എന്ത് പല വെറൈറ്റീസ് ഓഫ് ചിരികൾ. അതെ അതെ അതെ. അതെ, മധുമംഗൾ തുടങ്ങ. ആദ്യം എന്ത് ചിരിയാ? പുഞ്ചിരി. അയ്യോടാ, ഒരു പാവം മധുമംഗൾ. ഇനി മധുരച്ചിരി, മധുരച്ചിരി. ഇനി പൊട്ടിച്ചിരി. അയ്യോ, മധുമംഗൾ മതിയാ? ജയിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഇനി പിന്നെ ആൻറ്റി. പണ്ട് എനിക്ക് പുഞ്ചിരി മത്സരത്തിൽ തേർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പുഞ്ചിരി. ഇത് ബീഭത്സമായി. മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ. ആ, ഇനി മധുരച്ചിരി. രൗദ്രം. അയ്യോ. ആ, ഇനി പൊട്ടിച്ചിരി. നിക്കാതെ വരും ഇനി. രണ്ട് തേറ്റപ്പല്ലും കൂടി മതി. ഇനി റിമി ചേച്ചിയാണ്. ആദ്യം പുഞ്ചിരി, ക്യാമറയിൽ നോക്കിട്ട് പുഞ്ചിരി. ആ, പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ. ഇനി മധുരച്ചിരി. ഇനി അട്ടഹാസം, നമ്മുടെ മെയിൻ കള്ളിയങ്കാട്ട് നീനിയൊക്കെ നമ്മൾ ഒരു നിമിഷം ഓർത്തു പോകും. അല്ല, എന്റെ ശരിക്കും ചിരിക്ക് അറിയാണ്ട് ഇച്ചിരി ഇത് ചിരിപ്പോയി. വരും. ഓർക്കസ്ട്രന്ന് അരങ്ങിച്ചിരിക്കുന്നുണ്ടോ? ആ, സുബിൻ ചേട്ടൻ ആദ്യം ഒരു പുഞ്ചിരി. പിന്നെന്തായിരുന്നു? മധുരച്ചിരി. ഓക്കെ, ഇനി പൊട്ടിച്ചിരി. കൊള്ളാലോ. ശശിയേട്ടനോ? ചുമക്കുന്നതിന്റെ ഉണ്ട്. ശശിയേട്ടൻ ആ, ഇനി ശശിയങ്ങള് പുഞ്ചിരി. ഓ, എന്ത് തന്നെ പുഞ്ചിരിയല്ലേ. മധുരച്ചിരി, അതെ. ഇനി അട്ടഹാസം. ആ ചിരിയിലെ ഗിറ്റാറിന്റെ കമ്പികൾ വരെ കമ്പനം കൊണ്ട്. അതെ. ഇനി ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ? ഇനി മീനൂട്ടി. ഇനി മീനൂട്ടി ചിരിക്കണം. ഞാൻ എല്ലാ സമയവും ചിരിച്ചിട്ട് എനിക്ക് മത്സരം വാലിഡേ. ആ, പുഞ്ചിരി. മീനൂട്ടിയുടെ പുഞ്ചിരി. മന്ദഹാസം. ആ, പൊട്ടിച്ചിരി. അല്ല, മധുരച്ചിരി ഒന്നില്ലല്ലോ. ആ, വല്ലാണ് ചിരിച്ചതാ. ഓ, അതാണ് മധുരച്ചിരി. ഓക്കെ. ഇനി വൈദേഹിയുടെ എങ്ങനെയാ? കുഞ്ഞിച്ചിരിതൻ ചന്തം അമ്പടാ. ഇനി മധുരച്ചിരി. മധുരത്തിരിയാ. ആ, ഇനി അട്ടഹാസം. പേടിച്ചു പോയല്ലോ. വൈദേഹിക്കുട്ടി ആ, ഉഗ്രനായിട്ട് പാടിയല്ലോ. താങ്ക് യു. നല്ല രസമായിട്ട് പാടി. ഒരു പ്രൊഫഷണലിസം ഉണ്ട് പാട്ടില്. താങ്ക് യു. ഈ കുഞ്ഞു പ്രായത്തില്, കുരുന്നു പ്രായത്തില്. താങ്ക് യു. ആ, നന്നായിരുന്നു. നല്ല ആദ്യം മുതൽ അവസാനം വരെ നല്ല രസമായിട്ട് പാടി. ആ, കോറസുകാരാണെങ്കിൽ ചിരി നിർത്തിയിട്ടില്ല. അതെ. ആ, അവര് പൊട്ടിച്ചിരി തന്നെയായിരുന്നു. എനിക്കില്ലേ, അവര് ചിരിക്കുമ്പോ ആ, ചിരി വരണ്ടായിരുന്നോ? ചിരി എന്നിട്ട് ആ, എനിക്ക് തോന്നി. ഞങ്ങൾക്ക് അതെ അതെ. വയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് സൺഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലായല്ലോ പാട്ട് തീരാറായപ്പോഴത്തേക്കും. എന്താ സ്റ്റൈല്. അപ്പൊ എന്തായാലും കൊള്ളാട്ട്, ഇന്നത്തെ സ്റ്റൈല് വിലക്കിയിട്ടുണ്ട്. താങ്ക് യു. പാട്ട് എന്ത് രസാ. വൈദേഹിക്കുട്ടി വന്ന് നിന്നാലേ. ആക്ഷൻ ത്രില്ലർ. അതെ. ഈ കുപ്പായാരെന്നറിയാൻ മേടിച്ചെന്നെ ആ, മധുമാന്റിയും അർഷാന്റിയാ മേടിച്ചെന്നിനി. ആരാക്കെയാ? എന്റെ ഫ്രണ്ട് മധു ആന്റിയോ? മധു ആന്റിയോ? മധുമാന്റി. മധുമാന്റിയോ? മധുമാന്റി. മധുമാന്തിയോ? മധുമയോ? മധുമ. മധുമാന്റിയും പിന്നെ അർഷാന്റി. ആർഷാന്റി. അവര് വാങ്ങിച്ചു തന്നതാണല്ലേ? അവര് മേടിച്ചെന്നെയാ. ആ, അന്ന് ഞാൻ ഇതിന്റെ മാലാഖ
മാലാഖേനെ കണക്കത്തിട്ടിട്ട് ആ അതെ മാലാക്ക ഡ്രസ് ഇട്ടുണ്ടോ അതും അവര് മേടിച്ചതാണോ? MG അങ്കിള് പാടിയ പാട്ടില് ആ അതെ 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 ലൈറ്റ് ഒക്കെ അപ്പൊ കത്തണേ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഫാൻസി ഡ്രസ് ഉണ്ട് അത് ഞാൻ ഇടുന്നു. ആണല്ലേ ആ ഇതായിരുന്നു ആ ഇതാണ് ഫാൻസി ഡ്രസ് Fancy, ഓ. ഇതാണ് ഫാൻസി ഡ്രസ് ഞങ്ങൾ വിചാരിച്ചു കൊച്ചു ഫാൻസി ഡ്രസ് ആ നമ്മൾ തെറ്റിദ്ധരിച്ചു പക്ഷെ അതല്ലായിരുന്നു. ഇത് എന്തുകൊണ്ടാ ഇവർ ഈ മധുമ ആന്റിയും പിന്നെ ആരാ? ഹർഷ ആന്റിയും ഇങ്ങനെ ഉടുപ്പൊക്കെ വാങ്ങി തരാൻ കാരണം അവര് ഫാൻസ് ആണാ അവര് എന്റെ വലിയ ഫാൻസ്. ആ വലിയ fans. ഹായ് കൊടുക്കും. അവർക്ക് മധുമാൻറ്റി ഹർഷ ആന്റി ഹർഷാന്റിക്കും വലിയ ഹായ് ഹായ് പിന്നെ MG അങ്കിളിനോട് അന്വേഷണം പറയണം. എം ജി ഇപ്പൊ വരും അതെ അടുത്ത ഷെഡ്യൂളിലേക്ക് ഷെഡ്യൂൾ MG ഞങ്ങള് വരും. ഈ ഫാൻസ് എന്ന് വെച്ചാ എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? ഈ കറങ്ങണ ഫാനാണോ മുകളില് അറിയത്തോളൂ. മുകളില് കറങ്ങണ ഫാനാണോ കാറ്റ് കൊള്ളാൻ വേണ്ടി? അല്ല, പിന്നെ ഫാൻസ് എന്ന് വെച്ചാല് എന്നെ ഭയങ്കര ഇഷ്ടം. ഞാൻ ബില്ലാളി വീരനാ. ഫസ്റ്റ് ഫാൻസ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു കുടിയാല് പോയിട്ട് ഫാൻ മേടിച്ചോണ്ട്. പീഡിയയില് പോയിട്ട് ഓക്കെ 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 അപ്പൊ പിന്നെ പറയുന്ന എന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതാരാ പറഞ്ഞു തന്നെ? അതെ ഞാന് അന്ന് പറഞ്ഞിട്ടേ മാളു ചേച്ചി. ആ മാളുവേച്ചിയാണ് മാളുവേച്ച പറഞ്ഞു ഈ അറിവുകളൊക്കെ പകർന്നു നൽകിയത്. എന്റെ പേരിന്റെ സ്പെല്ലിംഗ് അടക്കം പഠിപ്പിച്ചെന്നു. ആണല്ലേ മാളുവേച്ച ആള് കൊള്ളാലോ. എന്നാ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞ കേക്കട്ടെ. അതെ PAIDEHI. കൊള്ളാട്ടോ മാളു ചേച്ചിയും കൊള്ളാം വൈദേഹി കുട്ടിയും കൊള്ളാം. ആ അപ്പൊ എന്തായാലും ഇന്ന് പാട്ട് വളരെ നന്നായിരുന്നു. അതെ Thank you. ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ എന്താണെങ്കിലും ഞങ്ങൾക്കൊക്കെ സന്തോഷം എന്തെന്നറിയാമോ? നമ്മളുടെ ഈ ഒരു ജീവിതത്തിൽ ചില നേരം നമുക്ക് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ ചിരിക്കുടുക്ക എന്നുള്ള പാട്ടിടുമ്പോൾ നമുക്കും ചിരി വരും. കൊച്ചു പാടിയപ്പോഴും കോറസ് പാടിയപ്പോഴും നമുക്കും ചിരി വന്നു അല്ലേ? നമ്മൾക്ക് ചിരിക്കാൻ വേണ്ടി ഇവിടെ ആരോഗ്യത്തിന് നല്ലതാ. ആ ചിരി ആരോഗ്യത്തിന് നല്ലത്. ഓരോരുത്തർ അതുകൊണ്ട് ചിരി ക്ലബ്ബ് ഒത്തിരി ഇടത്തില്ലേ? അതുപോലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറെ ചിരിച്ച് വൈദേഹി കുട്ടി കാരണ. ഇനി ഇതുപോലെ ചിരിപ്പാട്ടൊക്കെ എടുത്തോണ്ട് വരണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടച്ചിരി ഇവിടെ ഇരുന്ന് ചിരിക്കാം. അതെ സൂപ്പർ ആയിരുന്നു കേട്ടോ പാടിയത്. ഇതിന്റെ വരികൾ എന്ത് രസമാ. കരഞ്ഞും കരഞ്ഞും കൊണ്ട് പിറന്നത് പിന്നെ കരയാതിരിക്കാനാണല്ലോ, കരഞ്ഞുകൊണ്ട് പിറന്നത് പിന്നെ പോയാൽ വരാത്ത ജന്മം വെറുതെ പൊട്ടിക്കരയാനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്ത് രസമുള്ള വരികൾ. സന്തോഷം. എന്തായാലും വൈദേഹി കുട്ടിയുടെ ഈ പാട്ടിലൂടെ നമ്മൾ കുറെ ചിരിയുടെ കാര്യങ്ങൾ പല ടൈപ്പ് ചിരി നമ്മുടെ എല്ലാരും ചിരിച്ചു. അടിപൊളിയായിരുന്നു. നല്ലൊരു ഫീല്, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. ഇടയ്ക്ക് ഇതുപോലത്തെ ഹ്യൂമർ സോങ്സ് അനുവദിക്കൂ അല്ലേ എന്ന് പറയണു. അതെ അവരെല്ലാരും ഞങ്ങളെല്ലാരും ഓക്കെയാണ്. ഓക്കെ ആടിയൊരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ചിരിപ്പുക്കുറ്റി. ഇനി നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരു പുഞ്ചിരി കൊടുത്തിട്ട് നമുക്ക് ടാറ്റ പറയാം. ഒരു ഫ്ലൈങ് കിസും കൊടുത്തിട്ട് ഒരടി. ടാറ്റ, see you.